ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോണത്. അപ്പോൾ അതിന് ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് പൈല് അമെത്തിസ്റ്റിൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ്. സെക്കൻഡ് പൈല് സൺസ്റ്റോൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ പൈലായിട്ട് തിരഞ്ഞെടുക്കാം. ഇത് എനിക്ക് കന്യാകുമാരിയിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു വിഘ്നേശ്വരനാണ് കേട്ടോ. എൻ്റെ മോള് വാങ്ങി തന്നതാണ്. അത് എനിക്ക് ശരിക്കും അട്രാക്റ്റീവായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മുക്കുറ്റിയൊക്കെ പറിച്ച് വെച്ച് കൊടുത്തു. ഇവിടെ ആവശ്യം പോലെ മുക്കുറ്റിയുണ്ട്. അപ്പോൾ മുക്കുറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ പൈല് സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു. ഫസ്റ്റ് പൈല് അമെത്തിസ്റ്റ്. ഇതിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് പൈല് ഇവിടെ വയ്ക്കാം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ? 6 ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് കപ്പ്, സൺ കാർഡ്, കിങ് ഓഫ് വാൻഡ്സ്, Knight of Pentacles, 4 of Swords, 5 of Swords. ഓവറോൾ ഒരു 7 of Swordsൻ്റെ എനർജിയാണ്. ഇനി നമുക്ക് ഗൈഡൻസ് കൂടി നോക്കാം കേട്ടോ. ഗൈഡൻസ് എടുക്കാം. എന്താണ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ്? എർത്ത് വോമാണ്, മണ്ണിര. എർത്താണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കാർഡ് 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ വീണ്ടും റീകണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തിയിൽ നിന്നൊരു കോണ്ടാക്റ്റ് വരാമെന്നാണ് കാണുന്നത്. അതായത് പഴയ ആ ഒരാൾ നമ്മളിൽ ഉണ്ടാക്കിയ ആ ഊണ്ട്, ആ ഒരു പെയിൻ, അതൊക്കെ ഹീലാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. നടക്കും അത്. കാരണം ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ചിലപ്പോൾ അത് ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കും കേട്ടോ. അത് ഹീലാകും എന്നാണ് കാണുന്നത്. പിന്നെ ഫാമിലിയിൽ ഒരു നല്ല സന്തോഷവും സമാധാനവും ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ അത് വെറുക്കാതിരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ലെസൺ നമ്മളിലേക്ക് തരുന്നു എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കുക. അതങ്ങനെ എടുക്കുക. അതല്ലാതെ അതിലൊരു ഗിൽറ്റ് ഫീലിംഗ് വരാനോ അല്ലെങ്കിൽ അതിനെ വെറുക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ എന്തായാലും പാസ്റ്റിൽ സംഭവിച്ച ആ ഒരു കാര്യം ലെസണായിട്ട് എടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഈ ഒരു കാര്യത്തിന്, ഈ ഒരു ബന്ധം ഈ ഒരു ജന്മത്തിൽ ചിലപ്പോൾ ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒരു ക്ലോഷറിന് വേണ്ടിയിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആകും എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ പെട്ടെന്ന് സങ്കടം വരെയും കരയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി വരാനുള്ള ഒരു സാധ്യത, ഇമോഷണൽ മെച്യൂരിറ്റി വരും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ പവേഴ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥിക്കുകയും
മെഡിറ്റേറ്റ് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വൽ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അതെല്ലാം അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കാര്യം, പാസ്റ്റിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം ഗിഫ്റ്റായിട്ട് കിട്ടുന്നു എന്നാണ് കാണുന്നത്. സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ സപ്പോർട്ടിന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് ആൾക്കാർ വരും. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഹീലേഴ്സ് ആയിരിക്കാം, ടാരറ്റ് റീഡേഴ്സ് ആയിരിക്കാം, അസ്ട്രോളജിസ്റ്റ്സ് ആയിരിക്കാം, പിന്നെ അത് മാത്രമല്ല നിങ്ങൾ മെൻറ്റേഴ്സ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ ഈ ടാരറ്റ് റീഡിങ് പഠിക്കുമായിരിക്കാം, അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ പെൻഡുലമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിഗൂഢശാസ്ത്രങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിന് നിങ്ങളുടെ അടുത്തേക്ക് ഗൈഡൻസിൽ ധാരാളം ആൾക്കാർ വരികയും ചെയ്യുമെന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഒന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ദൈവം പറഞ്ഞു തരുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സൽ സൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് സൺ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൺ കാർഡ് എന്ന് പറയുന്നത് സക്സസിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒക്കെ കാർഡാണ്. നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു സമയമാണ്. ഇത്രയും കാലം കിട്ടാതിരുന്ന അംഗീകാരം ഇനിയൊരു സമയം നിങ്ങൾക്ക് ഇനി വരുന്ന ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നല്ല മനസ്സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. മാത്രമല്ല സന്തോഷ വാർത്തകൾ നിങ്ങൾ കേൾക്കും, ഒരുപാട് സന്തോഷിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് യൂണിവേഴ്സിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം വരും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഒരുപാട് ഗ്രോത്ത് വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരു ഡാർക്ക് ഫേസ് കഴിഞ്ഞ്, അതായത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയും. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ട് അവേക്കണിങ് നടക്കുന്ന എല്ലാ സോളിനും ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഉണ്ടാകും. കാരണം നമുക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരാം. ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസസും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരാം. ആ വന്നിരുന്ന കാര്യം അത് കഴിഞ്ഞ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കഴിഞ്ഞ് ഒരു ക്ലാരിറ്റി വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷനും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ആ ഒരു ഫേസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത പേടി വേണ്ട കേട്ടോ. ഭയം പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങളെ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയാം. പുറത്തേക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പുഷ് ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു കോൺഫിഡൻസ് ലെവല് വളരെ ഉയരാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ ആൾറെഡി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. കരിയറിലും ബിസിനസ്സിലും ഒക്കെ നല്ല ഗ്രോത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാഷൻ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത് കേട്ടോ. പാഷനുമായി നിങ്ങളുടെ പാഷൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സമയം കൂടിയാണിത്. പിന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് എപ്പോഴും നിങ്ങൾ ബോൾഡായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ഇമോഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ആക്ഷനും എടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി വരേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മണി ഫിനാൻസ് അതിൽ സ്ലോലി ഒരു ഗ്രോത്ത് വരുന്നൊരു സമയമാണ്. കുറേ കാര്യങ്ങൾ ഡിലേ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മാറ്റി വെച്ചിരുന്നത്, നടക്കാതിരുന്ന കുറേ കാര്യങ്ങൾ വീണ്ടും അത് തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. പിന്നെ
റിലേഷൻഷിപ്പിലും നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഓൺ ആൻഡ് ഓഫ് ആയിരുന്ന കാര്യങ്ങൾ, ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വരും, കുറച്ച് ദിവസം നിൽക്കും, വീണ്ടും പോവും, അങ്ങനെയുണ്ട് ആൾക്കാർ സ്ഥിരമായിട്ട് നിങ്ങളിലേക്ക് വരും. അതാണ് 6 ഓഫ് കപ്പ്. അതാണ് ഈ വന്നു പൊക്കോണ്ടിരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് മറക്കാൻ പറ്റാതിരുന്ന ആൾക്കാർ, നിങ്ങളുടെ സോൾ ഫാമിലിയിലുള്ള നിങ്ങളുടെ ഒരു സോൾമേറ്റ് എന്ന് പറയാം, അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വീണ്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. ക്ഷമയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ക്ഷമയോടെ ഇരിക്കണം എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ റിസൾട്ട്, എല്ലാ കാര്യങ്ങളുടെയും റിസൾട്ട് പെട്ടെന്ന് വരണം എന്നില്ല. അപ്പോൾ അതിന് നമ്മൾ അക്ഷമരാവാനും പാടില്ല എന്ന് അത് മനസ്സിലാക്കുക. 4 ഓഫ് സോഡ്സിന്റെ എനർജിയാണ് അടുത്ത് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെ ഒന്ന് പോസ് ചെയ്യിക്കുന്നത്, നമ്മളെ ഒന്ന് സ്റ്റില്ലാക്കി നിർത്തുന്നത്, നമ്മളൊന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഓട്ടപ്പാച്ചിലാണല്ലോ, നമുക്കൊന്നിനും സമയമില്ല. നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സമയമില്ല. നമ്മളെപ്പോഴും പ്രസന്റിലിരിക്കുമ്പോഴും നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കും, പാസ്റ്റിനെ കുറിച്ച് വേവലാതിപ്പെടും. അങ്ങനെയൊക്കെയാണ്. പാസ്റ്റിനെ എങ്ങനെ തിരുത്താം എന്നൊക്കെ വിചാരിക്കും, ഫ്യൂച്ചറിൽ എന്താകും എന്ന് ആലോചിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ആകെ ആ ഒരു വെപ്രാളമൊക്കെ മതിയാക്കി കുറച്ച് സമയം നിങ്ങളൊന്ന് പോസ് ചെയ്ത് നിർത്തുന്നതാണ് കാണുന്നത് കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്യിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായേക്കാം. നിങ്ങളൊന്ന് ഒരു ഹീലിംഗ് നടക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹീലിംഗ്. ആ ഹീലിംഗ് നടക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇത് ഒരു റീചാർജ് ചെയ്യുന്നതാണ്. ഈ പോസ് ചെയ്യുന്നത് റീചാർജ് ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റില്ലായിട്ടൊന്ന് നിൽക്കും കുറച്ച് സമയം, നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ ഒന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരുന്നതല്ല. നമ്മൾ ഈ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു എന്താണ്, ഒരു റീചാർജ് ചെയ്യുന്നത് പോലെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു ഫേസ് അതുണ്ടായേക്കാന്നാണ് കാണുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളത് ഫൈറ്റ് ചെയ്ത് നേടാമെന്ന് വിചാരിക്കേണ്ട. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ മിണ്ടാതിരിക്കേണ്ട കുറേ അവസരങ്ങൾ ഉണ്ടായിരിക്കാം ഫ്യൂച്ചറിലും. നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിക്കളയാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷെ അത് അങ്ങനെയല്ല. നിങ്ങളൊന്ന് റീസെറ്റ് ചെയ്യേണ്ട ഒരു സമയം നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. പിന്നെ വന്നിട്ടുള്ളത് 5 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഇപ്പം റിലേഷനിൽ ഉള്ള ആരെങ്കിലും ആയിട്ടോ ഒക്കെ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക്, പക്ഷെ അത് നല്ലതാണ്. കാരണം ആരാണ് റിയൽ, ആരാണ് ഫേക്ക് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൽ നിങ്ങളെ എനർജി എടുത്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. ആവശ്യമില്ലാത്ത കഥകൾ നിങ്ങളോട് പറയുക, നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരുന്ന, എത്ര പോസിറ്റീവ് ആകുന്ന സമയത്തും നിങ്ങളെ ഒരു നെഗറ്റിവിറ്റി ഇട്ട് തന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റിയെ കുറയ്ക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ നിങ്ങളിൽ നിന്നും ദൈവം മാറ്റി വിടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആരാണ് സത്യസന്ധതയുള്ളവർ, ആരാണ് അങ്ങനെ നമ്മളോട് കള്ളത്തരം കാണിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ തന്നെ ദൈവം റിവീൽ ചെയ്ത് തരും എന്നാണ് കാണുന്നത്. ദൈവം പറഞ്ഞു തരും, ഇത് കാണിച്ചു തരും. പറഞ്ഞു തരും എന്നുള്ളത് കാണിച്ചു തരും, അതിന് തെളിവോടുകൂടി കാണിച്ചു തരും എന്നാണ് കാണുന്നത്. അടുത്ത് നമുക്ക് ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത് എർത്ത് വോമാണ്. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി, റുമിനേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ. നിങ്ങൾ വീണ്ടും ഒന്നുകൂടി റീബർത്ത് എടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഇത് ഹെർത്തുവം എന്ന് പറയുന്നത് ഈ ഓൾഡ് സ്കിന്നെല്ലാം ഷെഡ് ചെയ്ത് കളഞ്ഞ് ഒരു പുതിയ ഒരാളാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി കിട്ടുമെന്ന് കാണുന്നുണ്ട്. പിന്നെ അത് പതിയാണ്, വളരെ പതിയെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് എർത്താണ്. എർത്ത് എന്ന് പറയുന്നത് പീസും ഗ്രൗണ്ടിങ്ങും ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതമോ വരാം. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത്.
നമുക്ക് ഒരു വീട് വെക്കാനുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഒരു വീടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഫാമിലി നമുക്ക് സെക്യൂർഡ് ആയിട്ട് വെക്കാൻ പറ്റും. ഒരു ബാലൻസ് വരും ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഇമോഷണൽ ബാലൻസ്. അതാണ് ഗ്രൗണ്ടിങ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എന്ത് വന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ചിന്ത, ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു അങ്ങനത്തെ ഒരു മെൻ്റൽ പീസിലേക്ക് നമ്മൾ പോകും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഓവറോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന പെയിൻ അതെല്ലാം ഹീൽ ചെയ്യുന്നു. ക്യൂൻ ഓഫ് കപ്സ് അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തായിരുന്നോ നിങ്ങളുടെ ട്രോമ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയും ഹീൽ ചെയ്യും. നിങ്ങൾ പാസ്റ്റിൽ വന്ന എല്ലാ ട്രോമാസും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ആകുലതകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ ആകുലതകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. പിന്നെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, എന്നാലും വലിയൊരു പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. സക്സസും റെക്കഗ്നീഷനും വരാം. ഇതിൽ കിങ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജിയാണ് ഇത്. പിന്നെ കുറച്ചൊന്ന് ക്ഷമ വേണമെന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴുള്ള കുറേ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ വ്യക്തികളോ ഒക്കെ നിങ്ങളിലേക്കുണ്ട്. അത് കുറേ വ്യക്തികൾ കാണും, ചിലപ്പോൾ 1-2 ആൾക്കാർ കാണും. നമ്മളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അബണ്ടൻസ് വരുന്നത്. അത് പെട്ടെന്ന് വരുമെന്നാണ്. അത് ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ വരും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക, നിങ്ങൾക്കുള്ള ഗൈഡൻസ് അതാണ്. നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാരും നിങ്ങളുടെ കൂടെ ഉള്ള ഫ്യൂച്ചറിൽ വരണം എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കുക. ചിലപ്പം നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മളുടെ കൂടെ ദൈവം ചിലപ്പോൾ ഉണ്ടാക്കില്ല. അതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു. ഹായ്. സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജിയാണ്. സൺസ്റ്റോൺ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? അപ്പം ഇതൊരു ഗൈഡൻസ് മാത്രമാണ്. അപ്പം ആ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ തന്നെ ഒന്ന് ക്രമപ്പെടുത്തുക കേട്ടോ. നമുക്കൊന്ന് മനസ്സിൽ ഉണ്ടെങ്കിൽ അറിയാമല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയുമ്പോൾ നമ്മളെ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റും. നമുക്ക് നോക്കാം നിങ്ങൾക്ക് സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ള നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താകും. ക്യൂൻ ഓഫ് കപ്സ് തന്നെ വന്നിട്ടുണ്ട്. 9 of Pentacles, 2 of Cups, 9 of Swords, 5 of Wands, 7 of Pentacles, 5 of Swords. ബോട്ടം വന്നിട്ടുള്ളത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. സോറി, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പോഷൻ, മോത്ത്. ഇതില് നിങ്ങൾക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആകും എന്നാണ് കാണുന്നത് കേട്ടോ. ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഹീലിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, ആ ഹീലിങ്ങിന്റെ ഒരു എനർജി വളരെ
വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് വരും. നിങ്ങളെ ഒരു ഹീലർമാരാകാൻ ആഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രം ഹീൽ ചെയ്യാനായാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹീലർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു പേരെടുക്കാനായാലും അത് സംഭവിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾ മാത്രമല്ല ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആകും ഈ ഒരു സമയം. ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കാണിച്ചു തരും. അത്രയും ഇൻഡ്യൂഷൻ ഉണ്ടാവും എന്നാണ് കാണുന്നത്. പിന്നെ ഒരു സംഭവം നിങ്ങൾ കേട്ടാലോ കണ്ടാലോ അത് സത്യം ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മറ്റാരും പറയുന്നത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സത്യം, ഇതാണ് അവിടെ നടന്നത്. ഇപ്പം മറ്റാർക്കും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല, നിങ്ങളോട് കള്ളം പറയാൻ പറ്റൂല. അങ്ങനത്തെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വരാം. നിങ്ങളുള്ള ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി ശരിക്കും ഒരു എവേക്കണാകും എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഹൃദയം പറയുന്നത് കേൾക്കണം എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് 9 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോണത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാം. പിന്നെ നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല, ചിലപ്പം നിങ്ങളുടെ ഫാമിലിയോ ഒക്കെയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളുടെ അധ്വാനം എന്താണോ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ. നല്ല വീടോ നല്ല കാറോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ലക്ഷറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം എന്താണ് അതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ളൊരു എനർജിയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, സിംഗിളായിട്ട് താമസിക്കുന്ന ആൾക്കാർ. അവർക്കും ഒരു ഫുൾഫില്ലായിട്ടുള്ളൊരു എനർജിയാണ്. ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാനുള്ളൊരു സാധ്യത എന്താണ് കാണുന്നത്. അപ്പം നമ്മളുടെ വാല്യൂ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ വാല്യൂ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാതിരിക്കുക, അത് വിട്ട് കളയാതിരിക്കുക. പിന്നെ അടുത്ത് വന്നിട്ടുള്ള പിന്നെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു സോൾ കണക്ഷനാണ്. ഇതിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ ഒരു സോൾ ഫാമിലി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു റീസെന്റ് പാസ്റ്റിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്തതായിരിക്കാം ചിലപ്പോൾ കുറേ ആൾക്കാർക്ക്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു മ്യൂച്വൽ അട്രാക്ഷൻ വഴി നിങ്ങളിലേക്ക് വീണ്ടും എത്തുമെന്നാണ് കാണുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല പാർട്ട്ണറെ കിട്ടാം. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരാം. അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാമെന്നാണ് കാണുന്നത്. ഒരു സോൾമേറ്റ് ആകാം, ഇത് ഒരു പാസ്റ്റ് നിങ്ങളിൽ നിന്ന് പോയ ഒരു ആളിനെ റീകൺസിലേഷനും ആകാം കേട്ടോ. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആര് വന്നാലും അങ്ങനെയാണെന്ന് ചിന്തിക്കാതിരിക്കുക. നമുക്ക് ഈക്വൽ പാർട്ട്ണർഷിപ്പ് തരുന്ന ഒരു റിലേഷൻഷിപ്പിൽ മാത്രം പോവുക. ഈക്വൽ റെസ്പെക്റ്റ് തരുന്ന, നമ്മൾ കൊടുക്കുന്ന അതേ കാര്യം തിരിച്ച് തരുന്ന അത്രയും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നമ്മളെ സെൽഫ് വർത്ത് മനസ്സിലാക്കുന്ന ആൾക്കാർ മാത്രം ഒരു കണക്ഷൻ ഉണ്ടാക്കുക. അല്ലാത്ത നിങ്ങളങ്ങനെ ചെയ്യാൻ പോകരുത്. അടുത്തത് 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു അൻസൈറ്റി ഫിയറും ഒക്കെ ഉണ്ടാകാം, ഓവർ തിങ്കിങ്ങും വരാം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു സമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അൻസൈറ്റി ഒക്കെ ഉണ്ടായിരിക്കും, ഉറക്കമില്ലാതിരിക്കും, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടേയിരിക്കും, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആകുലതകളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ മറികടക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വിചാരിച്ച് നടക്കൂട്ടാ, അങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ പോണില്ല, എല്ലാ തോട്ട്സും ഒന്നും മാനിഫെസ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ ക്യാൻസൽ എന്ന് പറയുക. അപ്പോൾ അത് മാനിഫെസ്റ്റ് ആവില്ല. പിന്നെ നിങ്ങളുടെ മെൻ്റൽ പീസ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ. നമ്മളെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ ആവശ്യമില്ലാത്ത
സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാരോട് കൂട്ടുകൂട്ടി, പിന്നെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയിട്ട് അവർ എന്നെ വേദനിപ്പിച്ചു എന്നൊന്നും പറയാതിരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ചിലപ്പം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരുമായിട്ട്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട്, മത്സരം വരാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു ടെൻഷൻ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പം നമ്മൾ ചില സമയങ്ങളിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കോൺഫ്ലിക്റ്റ് കൂടുകൂട്ടാം. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുക്കണ്ട, പക്ഷേ നമ്മളുടെ എനർജി നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. നമ്മളുടെ എനർജി വിട്ട് നമ്മൾ കൊടുക്കരുത് എന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. കുറച്ചുകൂടി ചില കാര്യങ്ങൾക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ നടക്കൂല എന്നുള്ളതല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ആ കാര്യം കൃത്യമായിട്ട് നടക്കും എന്നാണ് കാണുന്നത്. അതൊരു സ്റ്റോപ്പായൊരു ഇതല്ല കാണുന്നത്, അത് ഗ്രോത്തിലാണ്. നിങ്ങൾ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, അത് വളരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. പിന്നെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാരുമായിട്ടൊരു ഈഗോ ക്ലാഷ് വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടായിരിക്കാം, നമ്മളെ റിലേഷനിലുള്ള ആൾക്കാരായിട്ടായിരിക്കാം, ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടായിരിക്കാം ഒരു ഈഗോ ക്ലാഷോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ചതി റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അത്ര സ്മൂത്ത് അല്ലാതെ പോകുന്ന ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിട്രയിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ല, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വഴി തേടി പോകുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് വേണ്ട, എനിക്ക് എൻ്റെതായ വഴി വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. നമ്മളാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ വേറെ ആരെയും നോക്കി നിൽക്കാതിരിക്കുക. നമ്മളുടെ മെൻ്റൽ പീസ് നമ്മൾ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത് പോർഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പവർ പുറത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പവർ, അത് ഈ ഒരു മൂടി തുറന്ന് പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസ് തിരിച്ചു വരും. നമുക്ക് എന്തിനേയും ഫേസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ സംഭവിച്ചു പോയ, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഹീലാകും എന്നാണ് കാണുന്നത്. നമ്മുടെ എനർജി ഒന്ന് കാമാക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവ് ആണ് ഏറ്റവും നല്ല മെഡിസിൻ, അത് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് മോത്താണ്. അത് മിസ്റ്ററിയാണ്. ചില മോത്ത് അറിയാലോ, ഇതൊരു ശലഭമാണ്. ഈ ശലഭം ചില ഹിഡൻ ആയിട്ടുള്ള ചില ട്രൂത്ത്, മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങൾ അറിയും പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യത്തിൻ്റെ സത്യം ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഒരു എന്താണ്, നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം അതല്ല സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾക്കൊരു നിമിത്തം കാണിച്ചു തന്നാൽ അത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. നമുക്ക് ഇൻഡ്യൂഷനായിട്ട് വരാം, ചില നിമിത്തങ്ങൾ കാണിച്ചു തരാം. അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സൈക്കിൾ എൻഡ് ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. ഇതിൽ റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ തിരിച്ചവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.